ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും എന്ത് പറയണു, സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. വെക്കേഷനായിട്ട് എല്ലാവരും കുറച്ച് തിരക്കിലാണല്ലേ. ഞാനും അതെ, തിരക്കെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു വെക്കേഷൻ മൂഡാണ്. നമുക്ക് വേറെ കാര്യങ്ങളിലോട്ടൊന്നും പോകാനല്ലേ, വീട്ടിൽ നമ്മുടെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന നല്ലൊരു ടൈമാണ്. അപ്പോൾ അത് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കേട്ടോ. അപ്പോൾ അമ്മാമ്മയുടെ ബർത്ത്ഡേ വരാണ് അമ്മച്ചിയുടെ. അപ്പോൾ അതിൻ്റെ ചെറിയ പ്ലാനിങ് ആണ് 𝗖𝗹𝘀𝗀𝗀 റോസും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ സെലിബ്രേഷൻ, വലിയ കാര്യമായിട്ടല്ല, എന്നാലും അവർക്ക് രണ്ടുപേർക്കും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ. അപ്പോൾ അവർ വീട്ടിൽ എന്തൊക്കെ ഡെക്കറേഷൻസ് ചെയ്യണം, ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കി കൊടുക്കണം, അതുപോലെ തന്നെ എന്തൊക്കെ ഗെയിംസ് വെക്കണം, ഡാൻസ് പ്രോഗ്രാം വെക്കണം, അങ്ങനെ ഒരു പ്ലാനിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും കൂടി അമ്മാമ്മയുടെ ബർത്ത്ഡേക്ക് കാർഡ് ഉണ്ടാക്കണം. പിന്നെ മദേഴ്സ് ഡേയും ആണ് വരണത്. അപ്പോൾ സൺഡേ മദേഴ്സ് ഡേ ആണ്. അപ്പോൾ മദേഴ്സ് ഡേ കാർഡ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഐഡിയാസ് നമുക്ക് ഓൺലൈനിലായാലും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാർഡൊക്കെ ഉണ്ടാക്കി അമ്മയ്ക്ക് കൊടുക്കുക. ആ ദിവസം അമ്മേനെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാം മദേഴ്സ് ഡേക്ക്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി യെല്ലോ ക്ലാസ് നോക്കിയിട്ടാണ് ഒരു മദേഴ്സ് ഡേ കാർഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അമ്മമ്മയുടെ ബർത്ത്ഡേ കാർഡും കൂടി ഉണ്ടാക്കാമെന്നൊക്കെ വെച്ചിട്ട് അതൊക്കെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ യെല്ലോ ക്ലാസ് വഴിക്ക് നമുക്ക് ഒരുപാട് ഹോബീസ് പഠിക്കാം. ആർട്ടും ക്രാഫ്റ്റും ഡാൻസും പാട്ടും അങ്ങനത്തെ ഒക്കെ പഠിക്കാൻ പറ്റും കേട്ടോ. അതും ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ആപ്പാണത്. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഇപ്പം ഇവരിപ്പോൾ ഡ്രോയിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ക്രാഫ്റ്റ് ക്ലാസ്സിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കുട്ടികൾക്ക് 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ട്രൈ ചെയ്യാം. അതിലും കൂടുതൽ വലിയ കുട്ടികൾക്കും ട്രൈ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ അതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രൈസുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ കുട്ടികൾക്ക്. പിന്നെ സ്കോളർഷിപ്സും ഫേമസ് ആയിട്ടുള്ള നല്ല നല്ല മെൻറ്റേഴ്സാണ് ഇതിൽ ഉള്ളത്. പിന്നെ മെയ് മാസമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാം. നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്താൽ മാത്രം മതി. കോമ്പറ്റീഷനിൽ ഒരുപാട് പ്രൈസുകളും കിട്ടും. അതായത് യെല്ലോ ക്ലാസിൻ്റെ ഫ്രീ ഗുഡീസ്, അതുപോലെ തന്നെ ഫസ്റ്റ് ക്രൈ വൗച്ചേഴ്സ്, സ്കോളർഷിപ്പാണ് 3 ലക്ഷത്തിൽ വരുന്ന സ്കോളർഷിപ്സ് കൊടുക്കണേ. പിന്നെ ഈ പ്രാവശ്യം സ്പെഷ്യലായിട്ട് സ്കൂൾ ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സ്കൂളിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ പേര് അതിൽ ആഡ് ചെയ്യാം. അപ്പോൾ അപ്പോഴും 5 ലക്ഷത്തിൽ രൂപ വരുന്ന സമ്മാനങ്ങളും 3 സ്റ്റുഡൻസിന് സ്പെഷ്യൽ പ്രൈസും സ്കൂളുകൾക്കും അങ്ങനെ പ്രൈസസും കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ക്വിസുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്വിസുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോയിൻറ്റ്സ് ഒക്കെ കിട്ടും. ഈ പോയിൻറ്റുകൾ നിങ്ങൾ കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ലെവൽ മാറും. ലെവൽ മാറുന്നതനുസരിച്ചും നിങ്ങൾക്ക് അതിൽ കൂടുതൽ ൊക്കെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നിയത് ഫ്രീ ആയിട്ട് ഒരുപാട് നല്ല ക്ലാസ്സുകൾ ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സായ ഒരുപാട് കുട്ടികളും ട്രൈ ചെയ്യുന്നുണ്ട്. വളരെ യൂസ്ഫുള്ളാണ്. വെക്കേഷനായിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്ക് ഓരോരുത്തർ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഒരുപാടുണ്ട്. ഇപ്പോൾ ക്രാഫ്റ്റ് അല്ല, നിങ്ങൾക്ക് വേറെ കാര്യങ്ങൾ ഇഷ്ടമെന്ന് വെച്ചാൽ അതും പഠിക്കാം. നിങ്ങൾ വരച്ച പിക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം നിങ്ങളുടെ ടീച്ചേഴ്സിന്. അതുപോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് അതിൽ കാണുകയും ചെയ്യും, അത് ലൈക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷനും ആയിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും 𝗖𝗹𝘀𝗀𝗀𝗀 റോസും ദേ മദേഴ്സ് ഡേ കാർഡാണ് ഇപ്പോൾ വരച്ച് ഏതാണ്ട് സെറ്റായിട്ട് ദേ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് സിമ്പിൾ, വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഒരു ചില വീഡിയോസൊക്കെ അരമണിക്കൂറൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ 14 മിനിറ്റ് 15 മിനിറ്റ് അങ്ങനെയൊക്കെ. അപ്പോൾ വളരെ പതുക്കനെ വരയ്ക്കണം. അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ദേ മദേഴ്സ് ഡേ കാർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കോട്ട്സോ വാചകങ്ങളോ അതൊക്കെ എഴുതാം. അതുപോലെ തന്നെ മദേഴ്സ് ഡേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ബലൂൺസൊക്കെ വെച്ച് വീർപ്പിച്ച് വെച്ച് ഒരു ഡെക്കോറൊക്കെ പോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി രസമായിരിക്കും കാണാൻ അല്ലേ. അമ്മയ്ക്ക് സർപ്രൈസായിട്ട് വൈകുന്നേരം ഇങ്ങനത്തെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഞങ്ങളിത് അമ്മമ്മയുടെ ബർത്ത്ഡേക്ക് ചെയ്ത് കുറച്ച് ഡെക്കറേഷനൊക്കെ ആട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുൾ ഓൺ ബർത്ത്ഡേ വ്ളോഗൊന്നുമില്ല, ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതേ ബലൂൺസ്, സ്മൈലി ബലൂൺസാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറേ ഫേസസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ അതേ ചേട്ടൻ എന്തൊക്കെ ഡെക്കറേഷൻസൊക്കെ അവിടെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ പള്ളിയിലേക്ക് പോകും, കുർബാനയ്ക്ക് പോയി 6 മണിക്ക്. അത് കഴിഞ്ഞ് വന്ന് അപ്പം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ബലൂൺ വെക്കാനുള്ളൊരു സ്റ്റാൻഡാണ് കേട്ടോ. അത് രസമായിട്ടില്ലേ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ അമ്മച്ചി. അപ്പോൾ എന്തായാലും ഇവർ രണ്ടുപേരും കൂടി ഇവിടെ വലിയ പരിപാടിയിലാണ്. ഇവിടെ എന്തെന്ന് വെച്ചാൽ ഇവിടെ പഞ്ഞിമരം ഉണ്ടായിരുന്നു, പഞ്ഞി ഉള്ളൊരു മരം, പഞ്ഞിക്കായ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ മരം കുറച്ച് വെട്ടി. അപ്പോൾ പഞ്ഞിക്കായ മുഴുവൻ കിട്ട് ചെയ്ത് ഇവർ ഇസ കൊണ്ട് ഇവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇസക്കുട്ടി ഇത് അധികം അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അവൾക്കാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ട് അത് ചെയ്ത് നോക്കാനും പഠിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ദേ അവൾ അതൊക്കെ കൊണ്ട് വെയിലത്തിട്ട് കുറേ ഉറുമ്പൊക്കെ ഉണ്ടായിരുന്നു. അത് വെയിലത്ത് കൊണ്ട് ദേ പഞ്ഞിക്കായാണ് ഈ കാണുന്നത്, പഞ്ഞി മരം എന്നുണ്ടായത്. അപ്പോൾ അത് നമ്മൾ തുറന്നെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ പഞ്ഞി ഉണ്ടാവും, അതിന് കുരുക്കൾ പോലെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ വേർതിരിച്ചെടുത്തിട്ടാണ് പഞ്ഞി നമ്മൾ അതിൽ നിന്നെടുത്തിട്ട് നമുക്ക് തലയണയോ അങ്ങനത്തെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ കുറേ തലയണയൊക്കെ അമ്മച്ചി കുറേ മുമ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും ഉണ്ടാക്കാറൊന്നുമില്ല, കുറേ മുൻപ് ഉണ്ടാക്കിയതുണ്ട്. അപ്പോൾ അവളത് കേട്ടപ്പോൾ അവൾക്കത് ഉണ്ടാക്കി നോക്കണം. അവളുടെ പാവക്കുട്ടികൾക്ക് തലയണകൾ ഉണ്ടാക്കണം, ബെഡ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം തന്നെ പഞ്ഞിക്കായ എടുത്തിട്ട് അതിൽ നമ്മൾ ആ ഇതൊക്കെ എടുത്ത് പൊട്ടിച്ച് ഫുള്ള് ഒരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ കുരു ഉണ്ടല്ലോ, ആ കുരുവും ഇതും കൂടി നമ്മൾ വേർതിരിച്ചെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണിത്.
അപ്പോൾ ഇത് ചേട്ടൻ ഉണ്ടാക്കി കൊടുത്തതാണ് ഇങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേ ഒരു ചെറിയ റോഡും ഇതുപോലെ കമ്പിയുടെ പീസ് ഇതുപോലെ പിടിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് വരുമ്പോൾ ആ ചെറിയ ചെറിയ കുരുക്കളൊക്കെ അതിൽ നിന്ന് വേർതിരിച്ച് ബ്ലാക്ക് കളറിൽ കുരുക്കളൊക്കെ വേറെയാവും, പഞ്ഞി മാത്രം വേറെ ആയിട്ട് കിട്ടും. ഒരുവിധം കിട്ടും, ചെറുതായിട്ടൊക്കെ ഉണ്ടാവും ബാക്കി, എന്നാലും ഒരുവിധം കിട്ടും. ആ റെഡി ആയിട്ട് കിട്ടിയ നല്ല ക്ലീൻ ആയിട്ടുള്ള പഞ്ഞി നമുക്ക് വേറൊരു ബക്കറ്റിലോട്ട് മാറ്റി വെക്കാം. മാസ്ക് വെക്കാം കേട്ടോ, കാരണം പൊടി ഇങ്ങനെ മൂക്കിലോട്ട് അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അലർജി കാര്യങ്ങളൊക്കെ വരും. പിന്നെ പുറത്തിരുന്ന് ചെയ്യുക, അല്ലെങ്കിൽ ആകെ പാറിപ്പറന്ന് ആകെ ഇതാവും. അപ്പോൾ രണ്ടുപേരും ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് സ്നോ എന്തോ കയ്യിൽ കിട്ടിയ മാതിരിയാണ്. കാരണം അവരിങ്ങനത്തെ ഒന്നും ഇവിടെ ഉണ്ടെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്യാറൊന്നുമില്ല. അപ്പം അമ്മച്ചിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ തലയാണകളൊക്കെ കുറേ പണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരത് കണ്ടിട്ടുമില്ല അങ്ങനെ ചെയ്യണത്. ഞാനായാലും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെയൊന്നും കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് അതാണെന്ന് ചെയ്തുകൊണ്ടിരിക്കുക. സ്പെഷ്യലായിട്ട് വെക്കേഷനായിട്ട് എല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര റുട്ടീനൊന്നുമില്ല. പപ്പ വന്ന ശേഷം ഒരു റുട്ടീനും ഇല്ല. ആകെ ഉറങ്ങണ ടൈമും എല്ലാം ഓരോ പോലെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും എനിക്ക് വ്ളോഗൊന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റാത്ത. കാരണം എല്ലാം ഒരു കൃത്യനിഷ്ഠമായിട്ട് പോകുമ്പോഴാണ് നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ഇല്ലാതാവുമ്പോൾ ഞാൻ എങ്ങനെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യും വിശേഷങ്ങൾ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം സോറി പറയണം. എനിക്കറിയാം എല്ലാവരും കുറേ പേർക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്ന്. പക്ഷേ എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ നോക്കാം. ആഫ്റ്റർ ഓൾ നമ്മുടെ ഫാമിലിയിൽ കുറച്ച് ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതല്ലേ ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ സ്പെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ ബിസി ആയിരുന്നു. ഞാൻ ബിരിയാണി ഉണ്ടാക്കാമായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റി ബിരിയാണിയും ചിക്കൻ റോസ്റ്റും പിന്നെ സലാഡും കൂടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അന്നൊരു ഹോളിഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയണത്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ അമ്പലത്തിൽ ഭരണി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോയപ്പോഴത്തെ കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ ക്ലിപ്പിങ്സൊക്കെ ഷെയർ ചെയ്യട്ടോ. കാരണം കുറേ നാളിന് ശേഷമാണ് നമ്മൾ ഇത്ര തിരക്കിലോട്ടൊന്നും പോയിരുന്നില്ല, പിന്നെ വേറെ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ എല്ലാവരുമായിട്ട് ഓരോന്നൊക്കെ കാണാൻ പോവാനും. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി തൃശ്ശൂർ പൂരം വരുന്നുണ്ട്, എക്സിബിഷൻ കാണാൻ പോലും അതൊക്കെ ഒരു കാഴ്ചകളാണ്. പക്ഷെ അതൊക്കെ ഇങ്ങനെ മിസ് ചെയ്യുകയാണ് ഒരു 2 വർഷത്തോളമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളും പ്രത്യേകിച്ച് റോസും ആണെങ്കിൽ അവൾ ചെറുതായിരുന്നല്ലോ. അപ്പോൾ അവൾ പറയും എനിക്കൊന്നും ഓർമ്മയില്ല കണ്ടത്, കാരണം അവൾക്ക് 7 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അതിന് മുമ്പേ അവൾക്ക് 4 വയസ്സായ സമയത്ത് തന്നെ കൊറോണയും ഒക്കെ വന്നു. ആ സമയത്ത് ആ ടൈമിൽ പിന്നെ നമുക്കൊന്നും കാണാൻ പോകാൻ പറ്റില്ല. അപ്പോൾ അവൾ എന്ത് ചോദിച്ചാലും പറയും എനിക്ക് ഒന്നും ഓർമ്മയില്ല, ഒരു സ്ഥലത്ത് പോയത് എനിക്ക് ഓർമ്മയില്ല, എപ്പോഴും വീട്ടിൽ തന്നെയായിരുന്നു എന്ന് അവളെപ്പോഴും പറയൂട്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെന്ന ആളുകളെയും അതുപോലെ തന്നെ അവിടെ ആനയും പിന്നെ സ്റ്റോളുകളും കടകളും ഇതൊക്കെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഓരോ കാര്യങ്ങളും ഞങ്ങൾ ഓരോ ടൈമിൽ പോയിട്ട് ചേട്ടനും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ രാവിലെ പോവും, ഉച്ചയ്ക്ക് പോവും, എന്നിട്ട് അവിടെ ആനേനെയും ഓരോരോ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ശരിക്കും ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ വേണം, അപ്പോഴാണ് നമുക്ക് ആ ഒരു കുട്ടികൾക്ക് നല്ല ഓർമ്മകൾ ഉണ്ടാവുക. അല്ലെങ്കിൽ എപ്പോഴും വീട്ടിലിരുന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നും മക്കൾ ആ സമയത്തൊക്കെ, അവർക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ. അപ്പോൾ എന്തായാലും കുറച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. കടകളും ഒക്കെ കണ്ട് നടക്കാൻ തന്നെ ഒരു രസമല്ലേ. പിന്നെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു ഐറ്റംസൊക്കെ അവിടെ നിന്ന് വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവാം ചിലപ്പോൾ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് എല്ലാവർക്കും ഇല്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നാലും അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ടോയോ അല്ലെങ്കിൽ ചെറിയൊരു ജ്വല്ലറിയൊക്കെ കിട്ടുമ്പോൾ പണ്ടൊക്കെ നമുക്ക് സന്തോഷമല്ലേ. നമ്മൾ അങ്ങനെ പോകുമ്പോൾ പണ്ടൊക്കെ മേടിക്കാറുള്ളൂ. ഇപ്പോൾ കുട്ടികൾക്ക് എല്ലാ ഐറ്റംസും നമ്മൾ ഒരുവിധം അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ട്, അങ്ങനെ കിട്ടാത്തൊരു വിഷമമൊന്നുമില്ല. പക്ഷേ ചെറിയൊരു ഗിഫ്റ്റ് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങുമ്പോൾ അവർക്കൊക്കെ നല്ല ഓർമ്മയാണ്. കണ്ട ഈ ബോട്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കളിച്ചിട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ, പിന്നെ എന്തേ കുറേ കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും പണ്ട് ഇങ്ങനത്തെ ഒക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമാണ് ഒരു ടോയ് മേടിക്കുക, അല്ലാതെ ഒരു ടോയ് വാങ്ങാറില്ല. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒരുവിധം എല്ലാം കിട്ടുന്ന പോലെയാണ്. അപ്പോൾ അവിടെ കുറേ ജ്വല്ലറി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ വെടിക്കെട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു വെടിക്കെട്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ ആ ഒരു ദിവസം അങ്ങനെയാണ് ഞങ്ങളുടെ സ്പെൻഡ് ചെയ്തത്.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനിയും തീർച്ചയായിട്ടും നല്ല നല്ല വ്ളോഗൊക്കെ ഞാൻ പറ്റാവുന്ന ദിവസം ചെയ്തിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളും വെക്കേഷന് നന്നായിട്ട് ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.